നമസ്കാരം, ഞാൻ ലക്ഷ്മി. നമുക്കിപ്പോൾ പല നിറത്തിലും പല ഷേപ്പിലും ഒക്കെയുള്ള കേക്കുകൾ കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലും കളറിലും ഒക്കെയുള്ള കേക്കുകൾ വാങ്ങി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടു, നമ്മളിങ്ങനെ അവരുടെ ഇഷ്ടപ്പെട്ട കളറിലുള്ള കേക്ക് വാങ്ങിച്ച് അവരുടെ ബർത്ത്ഡേക്ക് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ വിഷമാണ് നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്നത്. കളർ കിട്ടാനായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് ഫുഡ് കളറാണ്. അപ്പോൾ ഫുഡ് കളർ കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതുകൊണ്ട് ഇനിയെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ കേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കളറൊന്നും ചേർത്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കേക്കാണ്. ഇത് ഞാൻ ഫ്രൈ പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സ്റ്റീൽ ഫ്രൈ പാനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രൈ പാൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കേക്ക് ബേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. പിന്നെ ഏറ്റവും കുറഞ്ഞ തീയിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മൈദയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കാതെ ഹെൽത്തി റെസിപ്പീസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ എൻ്റെ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് ബട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ ഇപ്പോൾ ഈ അരിക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പുള്ള ബട്ടറാണ്, സോൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് വേറെ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗോതമ്പ് പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കതിന് പ്രശ്നം വരിക അതിൻ്റെ സോഫ്റ്റ്നെസ്സിനാണ്. അപ്പോൾ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 3-4 പ്രാവശ്യം അത് അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം ചേർക്കാനായിട്ട്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് ആദ്യം ചേർക്കേണ്ടത് മുട്ടയാണ്. ഇതിപ്പോൾ ഞാൻ 2 മുട്ട ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വിസ്കോ തടിത്തവിയെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷുഗർ ചേർക്കാം. ഇപ്പോൾ പലതരത്തിലുള്ള ഷുഗർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓർഗാനിക് ഷുഗർ അല്ലെങ്കിൽ കെയിൻ ഷുഗർ, ഏത് ഷുഗർ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കണേ, ശർക്കര പൊടിച്ചത്. ഇതിപ്പോൾ 3/4 കപ്പാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തു. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മെഷറിംഗ് കപ്പാണോ ആ മെഷറിംഗ് കപ്പിൽ നമുക്ക് ഇതിലത്തെ എല്ലാ മെഷർമെൻറ്റ്സും എടുത്തിട്ട് ചെയ്താലും കേക്ക് ഡിഫറൻസ് ഒന്നും വരില്ല. ഇപ്പോൾ 240 ml അതേ കപ്പ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഗ്രാം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് ചെയ്തോളൂ. ഇപ്പോൾ എല്ലാവർക്കും മെഷറിംഗ് സ്കെയിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിലെടുത്താൽ മതി. പക്ഷേ എല്ലാം ആ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു. ഈ മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ബട്ടർ, ഉരുക്കി വെച്ച ബട്ടറാണ്. ഇതിപ്പോൾ 1/4 കപ്പ് ഉണ്ട്, അത് ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തത്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് കേക്ക് എന്ന് പറയുമ്പോൾ അത് നല്ല എക്സ്പേർട്സിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒന്ന് ശരിയായി വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കോൺഫിഡൻസ് ആവും വീണ്ടും വീണ്ടും കേക്ക് ചെയ്യാനായിട്ട്. നമ്മൾ മാറ്റി വെച്ച പൊടികളുടെ കൂട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച കോഫി പൗഡറും വെള്ളം കൂടി ചേർത്ത മിക്സ്, അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആകെ കട്ട കെട്ടിപ്പോവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ ഫ്രൈങ് പാനിലാണ് കാണിക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രൈങ് പാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ കേക്ക് ടിന്നിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ മുമ്പ് കാണിച്ചിരുന്നു കേക്ക് ടിന്നിലൊക്കെ എങ്ങനെയാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാമെന്ന്. അതുപോലെ ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ടിന്നിൽ ഈ ബാറ്റർ തന്നെ ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഫ്രൈങ് പാനിലോ നല്ല കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ നേരിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തു. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം കേക്ക് ബാറ്റർ. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്ര ചൂടൊന്നും വേണ്ട, ഒരു ചെറു ചൂടായാലും മതി. നമുക്ക് കേക്ക് ബാറ്റർ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേ വേണ്ടൂ. നമ്മൾ ബട്ടർ തടവി കൊടുക്കണം. എല്ലായിടത്തും ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് തേച്ച് കൊടുത്താലും മതി. എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതേ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് താഴെ വെച്ച് കൊടുക്കാം. അപ്പം എല്ലായിടത്തും ബട്ടർ തേച്ചതിന് ശേഷം താഴെ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിന് പകരമായിട്ട് ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കുകയാണ് ചെയ്യണേ. ഞാൻ മിക്കപ്പോഴും ബട്ടർ പേപ്പർ ഇടുന്നതിന് പകരം ഗോതമ്പ് പൊടി ഇട്ടിട്ടാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഒരിക്കലും കേക്ക് അടിപിടിക്കാറില്ല ഗോതമ്പ് പൊടി ഇട്ട് ചെയ്യുമ്പോൾ. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പാത്രം തട്ടുക. എല്ലായിടത്തും ഗോതമ്പ് പൊടി നന്നായിട്ട് സ്പ്രെഡ് ആവണം. ഈ ബട്ടർമയൊക്കെ നന്നായിട്ട് ഗോതമ്പ് പൊടി വെട്ടി പിടിച്ചിരിക്കണം. ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിത് നേരിട്ട് ഫയറിൽ വെക്കുകയാണ്, മറ്റേതുമാതിരി പാത്രത്തിൻ്റെ ഉള്ളിലേക്കല്ല വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം അത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഗ്യാസ് സ്റ്റൗവിൽ ഏത് അടുപ്പിലാണോ ഏത് ബർണറാണോ ഏറ്റവും കുറഞ്ഞ തീയുള്ളത് അതിൽ വേണം ഈ കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഫ്രൈങ് പാൻ ആയതുകൊണ്ട് നമ്മുടെ ബാറ്റർ കുറവേ ഉള്ളൂ. അപ്പോൾ കേക്ക് അത്ര കട്ടിയുള്ള കേക്ക് കിട്ടില്ല. കാരണം ഇത് കണ്ടില്ലേ, കുറച്ചേ ഉള്ളൂ. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചു. ഏറ്റവും കുറഞ്ഞ തീയിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഒരേ സമയമാണ് എടുക്കുക. കാരണം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിരിക്കും. കേക്ക് കട്ടി കൂടും തോറും എടുക്കുന്ന സമയം കൂടും. ഇതിപ്പോൾ ഞാൻ വലിയ പാത്രം ആയതുകൊണ്ട് എനിക്കധികം സമയം എടുക്കില്ല ബേക്ക് ചെയ്യാൻ, കാരണം കേക്ക് അത്ര വലുതല്ല. അപ്പോൾ 15 മിനിറ്റ് ആദ്യം വയ്ക്കുക. എന്നിട്ട് മൂടി തുറന്ന് ഒന്ന് കുത്തി നോക്കുക. ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് നടുവിൽ കുത്തി നോക്കിയാൽ അറിയാം. ക്ലീനായിട്ട് ടൂത്ത് പിക്ക് വരികയാണെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ് ആയി. അപ്പോൾ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേക്ക്. ഞാനിതൊന്ന് കുത്തി നോക്കട്ടെ. കണ്ടില്ലേ, ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൈനായിട്ട് ഈ കേക്ക് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ അരികൊക്കെ ഇപ്പം തന്നെ വിട്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല സിമ്പിളായിട്ട് ഇത് ഇളകിപ്പോരും. പക്ഷെ നമ്മളത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പം അത് കുറച്ച് നേരം മാറ്റി വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിലേക്ക് വരട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം.
ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ക്രീം പാനിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ സാധാരണ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങുമല്ലോ ഫ്രഷ് ക്രീമിൻ്റെ, ആ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് 1 കപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ആ 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപിടിച്ച് പോകും ക്രീം. അപ്പോൾ അത് സൂക്ഷിക്കുക. ഒന്ന് ചൂടായി വന്നാൽ മതി, അധികം തിളയ്ക്കൊന്നും വേണ്ട. ഇതിപ്പോൾ നന്നായി ചൂടായി വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളതിലേക്ക് ചോക്ലേറ്റ്, ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ചെറുതായി നുറുക്കിയതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അത് നന്നായിട്ട് ആ ക്രീമിൻ്റെ ചൂടിൽ മെൽട്ടായി വരും. എനിക്കിതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എളുപ്പപ്പണികളാണ് നോക്കാറ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാറ്. നല്ല എളുപ്പമാണ് ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ക്രീമും ചോക്ലേറ്റും കൂടി നല്ല സിൽക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് നല്ല റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പതുക്കെ കത്തി കൊണ്ട് കുത്തിയെടുത്താൽ സൈഡൊക്കെ ഒന്ന് വിടിച്ചെടുത്താൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് പോരും. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോണേ. കാരണം ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഏത് ഡെക്കറേഷൻ ആയാലും ചെയ്യാനായിട്ട്. നമ്മുടെ ആ ചോക്ലേറ്റ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് മിക്സ് മുഴുവൻ നമുക്ക് ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അധികം സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ സ്പ്രെഡ് ആയിക്കോളും. ഇല്ലെങ്കിൽ നമ്മളിത് ഫുള്ള് ഒഴിച്ചു കഴിയുമ്പോൾ ഈ പാൻ തന്നെ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലായിടത്തും ആയിക്കോളും. ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രഷ് ക്രീം കുറച്ച് മാറ്റി വെച്ചിരുന്നു ചൂടാക്കിയപ്പോൾ. അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എത്ര ഭംഗിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ കട്ട് ചെയ്ത് കഴിക്കരുത്. ഇത് നന്നായിട്ട് ഈ ചോക്ലേറ്റ് നമ്മൾ ഒഴിച്ചത് നന്നായിട്ടൊന്ന് തിക്കായി വരണം. അപ്പോൾ ഇതൊന്ന് ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അത്ര എക്സ്പേർട്ട് ഒന്നല്ല, അതുകൊണ്ട് അത്ര നന്നായിട്ടൊന്നുമില്ല ഡെക്കറേഷൻ. അപ്പോൾ നമുക്കിത് 2-3 ദിവസം വരെ കേക്ക് ഫ്രിഡ്ജിൽ കേടാവാതെ ഇരുന്നോളും. ക്രീമൊന്നും യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസ് ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.